കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. വിലങ്ങാടും വയനാട്ടിലുള്ളതാണെന്ന്. അല്ല, വയനാട്ടിലല്ല, കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരത്തിനൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെയും സിറ്റുവേഷൻ അതിഭീകരമാണ് കേട്ടോ. ഈ വയനാടുണ്ടായ അതേ ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് വിലങ്ങാട് ഉണ്ടായിട്ടുള്ളത്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിനിറ്റുകൾക്ക് മുമ്പ് ഈ ആൾക്കാരെയൊക്കെ കുറച്ച് പേരെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ഒരു 100ഓളം ജീവനുകൾ രക്ഷിക്കാൻ പറ്റി. പക്ഷേ ഈ മാറ്റി താമസിപ്പിച്ചവരൊക്കെ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ അവർക്കിപ്പോൾ ഒന്നുമില്ല. ഉണ്ടായിരുന്ന വീട്, സ്ഥലങ്ങൾ, സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ മുകളിലോട്ട് നോക്കി നിൽക്കുക. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിന് ആവശ്യമായ മീഡിയ അറ്റൻഷനോ ഒരു ശ്രദ്ധയോ കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായി. ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. കാര്യം വിലങ്ങാടേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട പാലം ഉൾപ്പെടെ 5ഓളം പാലങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു. 12ഓളം വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. റോഡുകളില്ല, സ്ഥലങ്ങൾ പോയി, വിലങ്ങാട് ടൗൺ തന്നെ കുറേ പോയി. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്നും ആരും അറിയുന്നില്ലാത്ത പോലെ ഒരു തോന്നൽ. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് നമ്മൾ നാടിനെ രക്ഷിക്കുമ്പോൾ അറിഞ്ഞില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഒറ്റപ്പെട്ട് പോകരുത് എന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഒന്ന് അറിയണം, മീഡിയ അറിയണം എന്ന് തന്നെയാണ്. കാരണം ഒറ്റപ്പെട്ട് പോയ പോലത്തെ ഒരു ഫീൽ നാട്ടുകാർക്ക് നമുക്ക് ആർക്കും വരാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പം സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നതിനോടൊപ്പം സ്റ്റാൻഡ് വിത്ത് വിലങ്ങാട്.